ഗൂഗിൾ പേയിൽ ആള് മാറി പണം അയക്കുക ചിലർക്ക് പറ്റുന്ന തെറ്റാണ്. അയക്കുന്ന തുക മാറിപ്പോവുകയോ കോണ്ടാക്ട് മാറിപ്പോവുകയോ അത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതിന് പറ്റിയൊരു വീഡിയോ ആണ് ഇത്. അതുപോലെ തന്നെ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ നമ്മൾ ഇങ്ങനെ കോണ്ടാക്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചിലർക്ക് സംഭവിക്കാറുണ്ട്. ഇങ്ങനെ നഷ്ടമാകുന്ന തുക നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതിന് പറ്റിയൊരു വീഡിയോയാണ്. ആദ്യം ചെയ്യേണ്ട പേയ്മെന്റ് കൺഫേം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയക്കുന്ന തുകയും കോണ്ടാക്ട് നെയിമും കറക്റ്റ് ആണോ എന്ന് ആദ്യം നോക്കുക. നിങ്ങൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ കോണ്ടാക്ട് നമ്പറും UPI നമ്പറും കറക്റ്റ് ആണോ എന്ന് 2 വട്ടം കൂടെ നിങ്ങൾ നോക്കുക. അതിനുശേഷം മാത്രം പണം അയക്കുക. പിന്നെ രണ്ടാമത് ചെയ്യുക, അഥവാ നിങ്ങൾ കോണ്ടാക്റ്റിലൂടെയാണ് പണം അയച്ചെങ്കിൽ ആ കോണ്ടാക്ട് നെയിമിലുള്ള ആളെ നിങ്ങൾ ബന്ധപ്പെടുക. സാധാരണ നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കും. അവരോട് നമ്മൾ പണം തിരിച്ചു ചോദിച്ചാൽ അവർ തിരിച്ചിടാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾ ഒരു അപരിചിതർക്കാണ് നിങ്ങൾ പണം അയച്ചിരിക്കുന്നതെങ്കിൽ അവരെയും ഇതുപോലെ കോണ്ടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറി അവരിൽ നിന്നും പണം വാങ്ങിയെടുക്കുവാൻ ശ്രമിക്കുക. അവരോട് നമ്മൾ വളരെ മാന്യമായി ഇടപെടുകയാണെങ്കിൽ നമ്മുടെ പണം അവർ തിരിച്ചു തരുവാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ തിരിച്ചു തന്നില്ലെങ്കിൽ അത് ലഭിക്കുവാനുള്ള മാർഗം ഇതാണ്. ഇതിനുവേണ്ടി ഗൂഗിൾ പേയുടെ കസ്റ്റമർ കെയറുമായി നമുക്ക് ബന്ധപ്പെടാം. ഇതിനുവേണ്ടി ഗൂഗിൾ പേയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാം. 1840915015 ഈ നമ്പറിലൂടെ ഗൂഗിൾ പേ കസ്റ്റമർ കെയർ സർവീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ നമ്പറിൽ വിളിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വേണ്ട തുടർ നടപടികൾ അവർ ചെയ്തു തരുന്നതായിരിക്കും. കൃത്യമായ തെളിവുകളോടുകൂടി മാത്രമേ നിങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കുവാൻ സാധിക്കൂ. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ പണം അടയ്ക്കുമ്പോൾ ഒരു ID നമ്പർ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ഉണ്ടാകും. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഗൂഗിൾ പേ ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾക്ക് ഈ ID ലഭിക്കുന്നതായിരിക്കും. രണ്ടാമതായി വേണ്ടത് ഇടപാട് നടത്തിയ തീയതിയും സമയവും, പിന്നെ നടത്തിയത് ഇടപാട് നടത്തിയ തുക, പിന്നെ വേണ്ടത് പണം സ്വീകരിച്ചയാളുടെ UPI ID ആണ്. ഈ വിവരങ്ങളെല്ലാം നമ്മൾ ഗൂഗിൾ പേയുടെ കസ്റ്റമർ സർവീസിന് നൽകേണ്ടതാണ്. പിന്നീട് പണം ലഭിക്കാനുള്ള മറ്റൊരു മാർഗം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.